ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞാൽ ബേബി കഴിച്ചിട്ടിരിക്കണ്ട്. അപ്പൊ നമ്മുടെ ആദം ബേബി തൃശ്ശൂർ പൂരമൊക്കെ ടിവിയിൽ കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ ജില്ലമ്പപ്പരാന്ന് പറഞ്ഞ തുള്ളലായിരുന്നു. അതന്നെ നമ്മുടെ അസിക്കൂട്ടൻ അങ്ങനെയായിരുന്നു. പക്ഷെ അസിക്കൂട്ടൻ പോയി, അവര് പൂരം കാണാൻ വേണ്ടിട്ട് ഡെന്നീസ് സ്റ്റെബി കൂടി പോയിട്ടുണ്ട്. അപ്പൊ അസിക്കൂട്ടൻ ഇവിടുന്ന് എവിടേക്ക് പോണെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ടുപോകണമെന്നുള്ള സത്യം അവനെ അറിയില്ല. അവിടെ എത്തി കഴിയുമ്പോഴേ അറിയുള്ളൂ. ഉണ്ടെന്ന് കണ്ട നമുക്ക്. പിന്നെ ഞങ്ങള് പിന്നെ തൃശ്ശൂർ പൂരം കാണാൻ ഇപ്പൊ എന്തായാലും ഈ സിറ്റുവേഷനിൽ പോകാൻ പറ്റില്ലല്ലോ. അമ്മിച്ചി പോയിട്ടില്ല കേട്ടോ ഇതുവരെ തൃശ്ശൂർ പൂരം. ഞാൻ ഒരു പ്രാവശ്യം പകൽപൂരം കാണാൻ പോയിട്ടുണ്ട്. നമ്മുടെ പിന്നെ ആദം ബേബിക്ക് ആണെങ്കിൽ കൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരുടെ ഫാമിലിയെ പാടെ കൊട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവൻ കാണുമ്പോ ഇങ്ങനെ കൊട്ട്. രാവിലത്തെ കടച്ചക്കുപ്പേരി വെച്ചുട്ടമ്മച്ചി. രാവിലത്തെ കഞ്ഞിക്ക് നമുക്ക് കഞ്ഞിയാണ് പലഹാരമല്ല, കഞ്ഞിയും നല്ല കടച്ചക്കുപ്പേരിയും പിന്നെ ഇത്തിരി അച്ചാറൊക്കെ കൂട്ടി തിന്നാം. പിന്നെ ഇന്നലത്തെ മറ്റേ കോഴിയുടെ കറിയിൽ കുറച്ചുള്ളൂ, ഇത്തിരി ഉള്ളത് അത് കഴിഞ്ഞു. ഇവിടെ കോഴി ഉണ്ടായതിനെ കൊന്നതാണ്. അവള് മുട്ട കൊത്തി കുടിക്കുന്നു. അവൾ എന്നെ ദേഹരക്ഷ ചെയ്യുന്നു. എനിക്ക് ദേഷ്യം വന്നപ്പോ പിടിച്ചു കൊന്നു. ഹസ്കുട്ടനാണെങ്കിൽ നൊലോളി ബഹളായി. കോഴിനെ എന്നോട് കൂട്ടിക്കൊണ്ട് വയ്ക്കാൻ തിരിച്ചുകൊണ്ടിടാൻ കൂട്ടിലേക്ക്. അതന്നെ രാധൻകുട്ടൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് വലിയ ബഹളങ്ങളില്ല ഇവിടെ. അല്ലെങ്കിൽ ഗൂ 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 എന്ന് പറഞ്ഞെടുത്ത് ഓടി വരും. ഇപ്പൊ ഇവന് വലിയൊരു സുഖമില്ല, അവനില്ലാത്ത കാരണം. അങ്ങനെ ഇതന്നെ അമ്മ പറഞ്ഞ ആ ടി വിയിലുണ്ട്. എന്നിട്ട് അതെ എല്ലാവരും കാണിച്ചൊരു ടി വിയിലുണ്ട് ജില്ലമ്പപ്പര. ടി വി ഓൺ ചെയ്ത് തന്നെ എല്ലാവർക്കും കാണാം. ടാറ്റേ. ഒയ്യോ വണ്ടിടിച്ച എന്താ ജനങ്ങള്. അതിന് ഇവിടെ പൂരം കാണാൻ ഇൻട്രസ്റ്റ് ഒന്നും ആയിരിക്കില്ല. സ്റ്റെബിക്കും ഇല്ല വലിയ ഇൻട്രസ്റ്റ് ഒന്നും. പക്ഷെ ഡിന്നിക്കുണ്ട്. ഡിന്നിക്കുണ്ട്. അത് അവരവിടെ കണ്ട് ശീലമായിക്കണ. ഇവിടെ ഒന്നും പോവാറൊന്നുമില്ല. എവിടെയാ ഏത് സമയം പുറത്തേക്ക് പോണത്? പുറത്തേക്ക് ചൂണ്ടൽ തുടങ്ങിയവൻ. ഈ വെയിലത്ത് പോവാൻ പറ്റില്ല മോനെ, ഭയങ്കര വെയില. സമയം 12 മണിയെ. ഈ ചൂടത്ത് എങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകാനാ? അത് കൊച്ചിന് മനസ്സിലാവില്ലല്ലോ. കൊച്ചിന് ഏത് സമയം പുറത്തേക്ക് പോയാൽ പരിപാടി. ഒയ്യോ കാലുമ കൊണ്ട വണ്ടി. അമ്മിച്ചി എന്തെങ്കിലും ഇരിക്കണേ? 12 മണിയിൽ കറിയൊന്നും വെക്കല്ലേ? കറിയൊന്നും വെക്കാം. കറി വെക്കാൻ അരമണിക്കൂർ മതി. അരമണിക്കൂറൊന്നും വേണ്ട. അമ്മിച്ചി ഭയങ്കര എക്സ്പേർട്ടാ കറി വെക്കാൻ. പെട്ടെന്ന് തീരുന്നു കറി വെക്കല്. കേട്ടാ അത് കൂട്ടാൻ മീനൊക്കെ ഇങ്ങനെ കുറെ നേരം നന്നായിട്ട് പിടിച്ചു. കൈ വായിലിടരുത്. ഞാനേ അമ്മിച്ചിയുടെ അടുത്ത് എനിക്ക് ഇന്ന് മാമ്പഴ പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞിട്ട് നട്ടാപ്പറ ഉച്ചക്ക് ഇത് വെയിലത്തേക്ക് വിട്ടിട്ടുണ്ട്. വെയിലത്തുനിന്ന് പോയി മാങ്ങ വറക്കാൻ പറഞ്ഞിട്ടുണ്ട്. 12 മണി വരെ ബീഫും കായും വെക്കാന്നുള്ള പ്ലാനായിരുന്നു. പെട്ടെന്ന് അത് മാറ്റിയത്. ഇപ്പൊ അമ്മിച്ചി മാങ്ങ വറക്കാൻ പോയിട്ട് ഇതേ വന്നു. നല്ല വെയിലുണ്ടല്ലേ? നല്ല വെയില്. ആൾക്കാർ രാവിലത്തെ ഒക്കെ പറക്കി പോയിട്ട് ഇപ്പൊ പോയി നോക്കിയതാ. അപ്പൊ വേണ്ട ഇഷ്ടം എന്റെ ദൈവമേ. ചേട്ടപ്പെടുന്ന പഴുക്കൽ വെയിലും. അപ്പൊ ഞാൻ അവറ്റങ്ങളോട് കൊണ്ടുകൊള്ളാൻ പറഞ്ഞപ്പോ അവരപ്പുറത്തുനിന്ന് പറിക്കിയതാണ്. അതെ ഇപ്പൊ വേണ്ടത് കാറ്റത്ത് വീഴുന്നുണ്ട്. ആ മാവ് ഇതിന്റെ മാങ്ങ അത് കോമാങ്ങിനത്. അപ്പുറത്തെ കോമാങ്ങിയല്ല, അത് വേറെ എന്തിട്ട് മാങ്ങിയ. അതെ അവരോട് ഞാൻ പറഞ്ഞു. ഞാൻ മാറ്റിയതല്ലേ, നീ മാറ്റിയതാണ്. എന്റെ ഇറച്ചിയപ്പ് കഴിഞ്ഞ രണ്ടിടത്തെ പരിപാടി. പെട്ടെന്ന് കഴിയും, പണി കഴിയുന്ന പറഞ്ഞപ്പോ ഞാൻ അടുത്ത പണി ഇത് പൊളിച്ചെടുക്കാനാണ് പണി. വേറെ പൊളിച്ച് മാങ്ങ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടെ. അവള് പൊളിച്ചേരാന്ന് പറയണേ. അവൾ എത്രണ്ണം പൊളിക്കുന്നു ഞാൻ നോക്കട്ടെ. അവരെണ്ണ അവള് പൊളിച്ചിട്ടുണ്ട്. അവള് ഞോണ്ടിട്ട് ഇപ്പൊ പോവുള്ളൂ. അങ്ങനെയല്ല, ഈ മാങ്ങയുടെ ഒക്കെ വില ഞാൻ മനസ്സിലാക്കിയത് അവിടെ ചെന്നപ്പോഴാണ്ട. അവിടെ മാങ്ങ ഇരിക്കണ കാണുമ്പോ ഞാൻ എന്നും പറയും മാങ്ങ വാങ്ങിക്കാന്ന്. പക്ഷെ ഇവിടത്തെ കിട്ടണ മാങ്ങയുടെ ടേസ്റ്റ് വരുന്നത് അവിടെ കിട്ടും. പ്രവാസികൾക്ക് മനസ്സിലാവും ഈ മാങ്ങയുടെ വില എന്താന്ന്. ഇവിടെ ഉള്ളവർക്ക് വിലയില്ല ഇതിന്. അവിടെ ഉള്ളവർക്ക് നമ്മള് ചക്കയും മാങ്ങയൊക്കെ ഇവിടെ കറി വെച്ചെന്ന് പറയുമ്പോ എനിക്കൊക്കെ അവിടെ കൊതിയാവാറ്. ഇപ്പൊ പിന്നെ അത് തിന്നാൻ പറ്റണ കുഴപ്പമില്ല. കണ്ട് മറ്റേ വീഡിയോകളിലൊക്കെ കാണുമ്പോ അയ്യോ മാങ്ങ കിട്ടിയില്ല ആഗ്രഹിക്കല്ല കിട്ടും. അത് അങ്ങനെയാണ്. എന്തിന്റെ വില പുറത്തേക്ക് പോകുമ്പോൾ അറിയുള്ളൂ. ഇവിടെ നിൽക്കുമ്പോ നാട്ടിലേക്കുമ്പോ ചവിട്ടി കൂട്ടി കളയണ വില. ചിലപ്പോ ഇവിടെ മാങ്ങയൊക്കെ കിട്ടുന്നത് എല്ലാവരും കാട്ടി കളയായിരിക്കും.
പക്ഷെ അവിടെ ഉള്ളവർക്ക് ഇതൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കെങ്ങ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 3-4 പീസാക്കി എല്ലാവർക്കും കൊടുക്കുക. ചക്കയൊക്കെ എന്തോരം പഴുത്ത് വീണ് പോണ. ഞാൻ മാങ്ങ നന്നാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ മാങ്ങ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ട അല്ലേ, സമ്മതിച്ചല്ലോ ഒരു കാര്യമെങ്കിലും. അല്ലെങ്കിൽ പറയ കിട്ടില്ല എന്ന് പറഞ്ഞ് പൊളിച്ചില്ല എന്ന് പറഞ്ഞു, ഒരെണ്ണം പൊളിച്ച് കഴിഞ്ഞ് പൂന്ന് പറഞ്ഞോണ്ടിരുന്നതാ. ഇന്ന് പൊളിച്ചു തന്നില്ലേ? അങ്ങനെ ഞാൻ വിചാരിച്ചേ, പക്ഷെ എൻ്റെ മുന്നേ അവള് പൊളിച്ചുട്ടാ. സമ്മതിച്ചു. സമ്മതിച്ചു. ചിക്ക് സാധനം വലിയ ഇഷ്ടമല്ലല്ലോ. എനിക്ക് നമ്മുടെ വരന്തരപ്പള്ളിയിൽ ഇത് വരന്തരപ്പള്ളിയിൽ അപ്പച്ചന് ഭയങ്കര ഇഷ്ടാട്ടാ. ഇവിടെ വീട്ടിൽ വെക്കാറില്ലേ സത്യത്തിൽ. ഇത് ഞാൻ തിന്നു തുടങ്ങിയത് വരന്തരപ്പള്ളിയിൽ ചെന്ന പിന്നെയാ. എനിക്ക് ഇഷ്ടമല്ലേ പൈസ വാങ്ങുന്നത്. ഇവിടെ വെക്കാറില്ല. മറ്റേ സ്റ്റെബിക്കും ഇഷ്ടമല്ല. വീട്ടിൽ വെച്ചിട്ടും അവൻ കഴിക്കണ്ടായിരുന്നില്ല അന്ന് വന്നിട്ട്. എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് ഈ സാധനം ഞാൻ പറഞ്ഞാൽ ഇവിടെ തിന്നിട്ടില്ല. അവിടെ എത്തി കഴിഞ്ഞ പിന്നെ ഇതിന്റെ തീറ്റ തുടങ്ങിയ പിന്നെ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയത്. പാവമ്മച്ചിയെ കൊണ്ട് ഇഷ്ടമില്ലാത്ത സാധനം ഉണ്ടാക്കിപ്പിക്കാനുള്ളൂ. വൃത്തിയില്ലല്ലോ. കുറച്ച് ദിവസം കൂടി ഉള്ളു ഇനി. അത് കഴിഞ്ഞ കഴിഞ്ഞു. കഴിഞ്ഞു കഴിഞ്ഞാ മോൾക്ക് തിന്നണോ? വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. ഇവിടെ പഞ്ചസാര ഇടണ, ശർക്കര കഴിഞ്ഞിരിക്കാതെ. സത്യാവസ്ഥ അതാണ്. ശർക്കര ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ പഞ്ചസാര വെച്ചത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് പറയാൻ മറന്നു എല്ലാ ദിവസവും. നമ്മുടെ മൺചട്ടി ഇതേ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പേരയ്ക്ക് വാങ്ങാ ചെയ്യാറ്. ഇതിപ്പോ ഒരു പേരയ്ക്ക് മെത്തമേന്ന് നമുക്കൊരു പേരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിതാ നല്ലതാണാവോ, ദൈവത്തിന് അറിയാം. വെള്ളം കുറേ ഇതില് തേങ്ങയും പിന്നെ ജീരകവും സത്യത്തിൽ അമ്മച്ചിക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ല. സത്യതാണ്. ഇനിയിപ്പോ ഇത് യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കുന്നത് ശരിയാവെന്നുള്ളത് അറിയില്ല. ഞങ്ങൾ ഈ കാച്ചാനും കൂടിയല്ലേ ഉള്ളൂ, തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട്. കടുക് പൊട്ടിക്കാൻ പരിപാടി കഴിഞ്ഞു. എന്തിര് അതന്നെ, എന്തൊരു ഈസി പരിപാടി ഞാൻ അമ്മച്ചിക്ക് പറഞ്ഞത്. വലിയ പണിയൊന്നും അല്ലല്ലോ ഇത്. ഇത് തിന്നാ മതിയില്ലേ? മാമ്പഴ പുളിശ്ശേരി റെഡിയായി. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തോണ്ട് ഞാൻ അതിൽ നിന്ന് ഒരെടുത്ത് തിന്നാൻ പോകുന്നു. പക്ഷെ മിക്കും തിന്നാൻ പറ്റില്ല. കാണിച്ചു തരാം നിങ്ങൾ ഒരെണ്ണെടുത്തിട്ട്. അത് കഴിയുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഞാൻ തിന്നാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം. പുക പോണുണ്ടോ? പുക പോണുണ്ടോ? അതിനകത്ത് മറ്റേ മുളകും കൂടി ഇട്ടിട്ട് എടുക്കുക, എന്നിട്ട് അതും കൂടി ഒക്കെ ചാലിച്ച് കൂടി തിന്നാൻ. പറ്റൽ മുളക് കൂട്ടി. അത് വേണ്ട. പക്ഷെ ഇത് തിന്ന് കാണിക്കാൻ പറ്റില്ല. ചൂടാറി കഴിയുമ്പോൾ ഞാൻ തിന്നോളാം കേട്ടോ. നല്ല ചൂടിക്കോടെ ചൂട്. അതന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്നിട്ടാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു. ആദം ബേബി കൊടുക്കണ്ട? ലൈക്ക് പറഞ്ഞേ. ആദം ബേബി കൂടി ഉണ്ട് കേട്ടോ.